ഹായ് ഗൈസ്, അപ്പൊ നമ്മളങ്ങനെ മറാക്കേഷിലെത്തിയിരിക്കുകയാണ്. മൊറോക്കൻ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ. Ice in Morocco, snow in Morocco, Not in Morocco, but sunny also. sunny also. Hi, good morning. Welcome to another episode of Travel with Murshid in Morocco. അപ്പോൾ നമ്മൾ ഡേ 6 ഇപ്പോൾ ഉള്ളത്. ഔസാത്ത് അങ്ങനെയാണ് പറയാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഇന്ന് മറാക്കേഷിലേക്ക് പോയിക്കൊണ്ടിരിക്കും. മറാക്കേഷിലേക്ക് പോകണം. So just wake up in the morning and let's go and grab breakfast. Start the day with Mr. Mohammed and a bunch of our teammates. ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സിനെയും കളർ കണ്ടോ? ഇതെന്ന് വെച്ചാൽ പഴയ കാലത്ത് ഉണ്ടാക്കിയാണ്. കംപ്ലീറ്റ് ഒരു മണ്ണിന്റെ കളറാണ് ഇവിടെ എല്ലാ സ്ഥലത്തും ഉള്ളത് കേട്ടോ. സോ നമ്മള് കസ്ബ കാണാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ടീമിലുള്ള ആൾക്കാരുണ്ടോ? നാലിതാ ഒക്കെ അമേരിക്കൻ്റെ, ബംഗ്ലാദേശിൻ്റെ, സ്പെയിനുണ്ട്, റഷ്യ ഉണ്ട്, അങ്ങനെ എല്ലാവരും നമ്മുടെ ടീമിൽ നിന്നുണ്ട്. Ait Ben Haddo. So Ait refers to a Berber tribe, which means these people living here used to be a Berber. Ben is the son. Haddo is the name of the one who created the Kasbah. Because in the past we used to call people by the name of their parents, like the son of Murshid, the son of whoever. And the Kasbah, it's like Medinas. But basically all the Kasbahs you've seen already from Merzouga on the way here, all of them are built nearby the valley. Families, whenever have sometimes problems, they don't like go to the court to solve the problems. They refer to the sheikh and he always find a logic, solution that everyone like will be happy with. Take some pictures and we need to walk to the top over there. You see the people over there? ഗ്ലാഡിയേറ്റർ, അതുപോലെ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് 3 ഇതൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇതിന്റെ പുറകിൽ ഭയങ്കര രസകരമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതായത് ഇതൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു, ഐത് ബിൻ ഹദ്ദു എന്നാണ് ഇതിന് പറയാ. അപ്പൊ ഈ കമ്മ്യൂണിറ്റിയിൽ താമസിക്കുന്ന ആളുകൾ അവിടെ ഒരു ആളെ മേയറാക്കി സെലക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ അവരാണ് ആ ന്യായാധിപൻ. നമ്മളെ പണ്ടത്തെ കഥകളിലൊക്കെ കാണാറില്ലേ, അതുപോലത്തെ സാധനം. സോ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ്. പക്ഷെ ഇപ്പോൾ അവിടെ ആൾക്കാരൊന്നും താമസിക്കുന്നില്ല. അത് യുനെസ്കോ ഏറ്റെടുത്ത് ആൾക്കാരൊക്കെ വേറെ സ്ഥലത്തേക്ക് മാറ്റി. പണ്ട് ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇപ്പം യുനെസ്കോ ഏറ്റെടുത്തതിന് ശേഷം ഇത് ഹോളിവുഡ് മൂവികൾക്കൊക്കെ ലൊക്കേഷനായിട്ട് കൊടുക്കുന്നത് അവിടെ. അങ്ങനെ ഗെയിം ഓഫ് ത്രോൺസ് 3, പിന്നെ ഗ്ലാഡിയേറ്റർ, ഇതൊക്കെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടാകും. കാരണം ഗ്ലാഡിയേറ്റർ 1 and 2. സോ ആ ലൊക്കേഷനിൽ പോയിട്ട് നമുക്കിത് അതിൻ്റെ ടോപ്പിൽ കയറണം കേട്ടോ. ആൾക്കാർ നടക്കുന്നത് എൻ്റെ കാലം വെച്ചിട്ട് ഞാൻ കയറുമെന്നറിയില്ല. ബട്ട് സ്റ്റിൽ വിൽ ട്രൈ ടു കവർ ദ മാക്സിമം. ഇപ്പം മെഡിസിൻസ് ഒക്കെ കഴിച്ചുകൊണ്ട് റിലാക്സേഷൻ ഉണ്ട്. സോ ലെറ്റ്സ് സീ. We are getting closer and closer to the castle. കസ്ബ എന്നാണ് കേട്ടോ അതിനൊക്കെ പറയാ. സോ കസ്ബയിലൂടെ നടക്കാണ് നമ്മള്. അവിടെ നമ്മൾ ഈ കണ്ടതായിരുന്നു പള്ളിക്ക് ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പ്രശ്നപരിഹാരശാലയും ആ പള്ളിയായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം ഇപ്പോൾ ഇതൊക്കെ യുനെസ്കോ ഏറ്റെടുത്തതിന് ശേഷം ഹെറിറ്റേജ് സൈറ്റ് ആക്കിയതിനു ശേഷം കംപ്ലീറ്റ് ഇതൊക്കെ എന്താ പറയുക ഷോപ്പുകളായി മാറിയിട്ട് ഇതൊക്കെ ആക്ച്വലി ഓരോ ആളുകളുടെ വീടുകളായിരുന്നു. ആലോചിച്ചൊക്കെ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയ അന്നത്തെ. ദീസ് ഹോൾ ഹൗസസ് ആർ മെയ്ഡ് ഓഫ് ക്ലേ ഓർ മഡ്? ക്ലേ ആൻഡ് സ്ട്രോ. ഈ അതിൻ്റെയും ജനവാതിലുണ്ട്. ചെറുതാക്കി വെക്കാനുള്ള റീസൺ പുറത്തുനിന്ന് ലേഡീസിനെ ആരും കാണാതിരിക്കാനാണ്. പിന്നെ പെണ്ണുങ്ങൾക്ക് വേറെ ഏരിയ ഉണ്ട്, ആണുങ്ങൾക്ക് വേറെ ഉണ്ട്. ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ട്. അത് ഭയങ്കര തണുപ്പുണ്ടാവും. ഇറ്റ് വിൽ കീപ് ദ കൂൾ. പണ്ട് ഇവിടെ ജൂയിഷ് കമ്മ്യൂണിറ്റി ആയിരുന്നു താമസിച്ചതെന്ന് പറയുന്നത്. പിന്നെ അവരിവിടുന്ന് മാറി പിന്നെ മുസ്ലിംസ് ആയി. പിന്നെ അവരും ഇവിടുന്ന് ആ ലൊക്കേഷനിൽ അങ്ങ് മാറ്റിപ്പോണ്ടോ. ഇപ്പോൾ ഒരു ഫിലിമിന് കൊടുക്കുന്ന ഗ്ലാഡിയേറ്ററൊക്കെ ഷൂട്ട് ചെയ്ത് അവിടാണ് കേട്ടോ. അപ്പോൾ യുനെസ്കോ ഇത് ഏറ്റെടുത്ത് യുനെസ്കോ ഇപ്പം ഫിലിം ഷൂട്ടിങ്ങിന് കൊടുത്തിട്ട് അതുവഴി യുനെസ്കോക്ക് ഫണ്ട് കിട്ടും. അങ്ങനെയാണ് ഇതാണ് ഇവിടുത്തെ കറണ്ട് സിറ്റുവേഷൻസ്. ബോയ്സ് ഇവിടെ ഷൂട്ടിങ്ങിലാണ്. സോ ഇത് ഗെയിം ഓഫ് സീസൺ 3 യുൻകായ് ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അതുപോലെ ഗ്ലാഡിയേറ്ററിന്റെ ലൊക്കേഷനാണിത്. ഇവിടെ ഷൂട്ട് ചെയ്ത ഒരുപാട് എല്ലാ മൂവീസിന്റെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോറൻസ് ഓഫ് അറേബ്യ, ഗ്ലാഡിയേറ്റർ സീസൺ 3, ഗ്ലാഡിയേറ്റർ 2, ഇതെല്ലാം ഗെയിം ഓഫ് ത്രോൺസ് സീസൺ 3, പ്രിൻസ് ഓഫ് പേർഷ്യ, ഇതെല്ലാം ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ഷൂട്ട് ചെയ്യാൻ നടന്നുകൊണ്ട് 2025 ലൊക്കേഷൻസ് വരെ ഉണ്ട് ഇവിടെ. ഇവിടെ ആളുകളൊക്കെ ആ ഏരിയയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്.
ഇവിടെ ജസ്റ്റ് നമുക്ക് കസ്ബ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവിടെ നല്ല വ്യൂ ഉണ്ട്, ടെറസ്. നമ്മള് ടോപ്പിലെത്തിട്ടോ, നടന്ന് നമ്മൾ ടോപ്പിലെത്തിയപ്പോഴുള്ള വ്യൂസ് കണ്ടോ. നമ്മളെ ടീം ഫുൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. സോ ഇവിടെയും ഈ പറഞ്ഞ പോലെ ടൂർ ഗൈഡ്സ് എടുക്കണം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് 3 or 5 euros ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ 300-500 ഇവിടുത്തെ പൈസ കൊടുത്ത് താഴെ നിൽക്കുന്ന ചെക്കന്മാരെ കണ്ടില്ല, അവരെടുത്തിട്ട് അവരെ വൈവാണ് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെ ഗൈഡ് നല്ല ചങ്ങായുണ്ട്, നമ്മളെ ഡ്രൈവർ ഓൻ പറഞ്ഞു നമുക്ക് വേറെ വൈകുണ്ട് ഫ്രീ ആയിട്ട് കയറാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും അങ്ങനെ കയറിയതാണ്. ടോപ്പിൽ വരെ എത്താനും പറ്റും. ഇവനാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് കാര്യങ്ങൾ അറിയാം, നല്ല ഇംഗ്ലീഷ് സംസാരിക്കും. അവൻ പറഞ്ഞു തന്നു. ആർക്കിലേക്ക് ഗൈഡൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം ഫ്ലെക്സിബിൾ ആണ്, എല്ലാ കണക്ഷൻസും കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട്. സോ മുഹമ്മദ് ഇതാണ് നമ്മളെ ഗൈഡ്. ഇങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. നമ്മൾ ഇങ്ങനെ പാട്ട് പാടുന്ന ആൾക്കാരൊക്കെ വീഡിയോസും കാര്യം നമുക്ക് എടുക്കാം, പക്ഷേ ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണം, അത്രേ ഉള്ളൂ. ഇവരിത് ചെയ്യുന്ന പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ 5 അല്ലെങ്കിൽ 10 എന്താണ് നമ്മുടെ ദിർഹംസ് നമ്മുടെ കയ്യിലുള്ളത് അത് ഇട്ട് കൊടുക്കുക. വളരെ ചെറിയ എമൗണ്ട് ഇട്ടാലും മതി, ജസ്റ്റ് അവർ ഹാപ്പിയാണ്. മറാക്കേഷിലും നമുക്ക് കിട്ടുന്ന ടിപ്പ് അതാണ്. ആൾക്കാർ നമ്മളടുത്ത് വന്ന് പൈസ എന്നൊക്കെ ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യും, എന്തെങ്കിലും പെർഫോമൻസ് അവർ ചെയ്യുന്നുണ്ടാവും. ചിലപ്പം പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അവർ ചെയ്യുന്ന പൈസ കിട്ടാൻ വേണ്ടിയിട്ടായതുകൊണ്ട് നമ്മൾ ആ വേല കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത്. നമ്മൾ അവർക്ക് പൈസ കൊടുക്കാം, അവർ വരുമ്പോൾ കൊടുക്കുക. അല്ലെങ്കിൽ അവരെടുത്ത് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു പോകുന്നതിന് മുമ്പ് അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ്, ഒരു ബൈ ബൈ പറഞ്ഞു വിടും. അല്ലെങ്കിൽ പിന്നാലെ കൂടി ഇടങ്ങാറാക്കും. ബ്ലൂ സോ ഗൈസ്, നമ്മളെ വണ്ടിയിൽ നല്ല രസമായിരുന്നു. നമ്മൾ ഒരുപാട് ഗെയിമൊക്കെ കളിച്ചു. അതായത് നമ്മൾ ഒരു കൺട്രീൻ്റെ പേര് പറയാ, ലാസ്റ്റ് ലെറ്റർ വെച്ച് അടുത്ത ആൾ പറയാ, അങ്ങനെ ഏലായിരുന്നു എല്ലാവരും സ്റ്റെക്ക്. എത്രയോ കൺട്രീസ് പറഞ്ഞ് പിന്നെ വേറെ എന്തൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ സമയം പോകുന്നുണ്ട്. നല്ല രസമാണ് എല്ലാവരും കൂടി ആയിട്ട്. പിന്നെ നമുക്കിവിടെ ഇതിപ്പോൾ നമ്മൾ ഓർഗാനിക് കോപ്പറേറ്റീവ് സ്റ്റോറിലാണ് വന്നിട്ടുള്ളത്. ഓർഗാനിക് പോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കും. ഇത് ഉണ്ടാക്കുന്ന രീതിയും കാര്യങ്ങളും വരും ഇതിനുള്ളിൽ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഐറ്റംസ് ഇവിടെ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം. അതാണ് ഈ പോയിന്റ്. ഇത് കഴിഞ്ഞ 1-2 പോയിന്റ്സ് കൂടി ഉണ്ട് നമുക്കിനി പോകാൻ. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ the process how we make argan oil. Then we go inside to see our products. Okay. So this is a women's cooperative. And this is the tree, the argan tree. Okay. Like this. Because the real one grows only in Morocco between 3 cities. Agadir, Taroudan, Tessaouira. Not here, okay? Here now. And this is the fruits, the nuts. It's like this. Is it like nuts? Yeah, it's like almonds. Oh, almonds. Yeah. Can you eat? Can you eat? No. Oh, you cannot eat. Yeah. ഇതുണ്ടാക്കുന്ന പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം ആദ്യം പൊളിച്ച് ഇതിൻ്റെ മുകളിൽ ഈ ഷെല്ലാക്കി എടുക്കും. ഇവിടുന്ന് അങ്ങനെ അടിച്ച് പൊട്ടിച്ചിട്ട് ആ സാധനം നേരെ ഒരു റോസ്റ്റഡ് അല്ലാത്ത ഉണ്ടാക്കും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇത് മിക്സ് ആക്കിയിട്ട് ഈ ഓയിലായിട്ട് കിട്ടുക ചെയ്യാം. ഇത് റോസ്റ്റഡ് ആണെങ്കിൽ അത് കുക്കിങ്ങിനും, മറ്റേതാണെങ്കിൽ സ്കിൻ കെയറിനാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഓർഗാനിക് ഓയിൽ കിട്ടുന്ന മരട്ടെ. ഇനി ഓരോ പ്രൊഡക്ട്സ് ഉണ്ട്, വേണമെങ്കിൽ അത് ഇവിടുന്ന് വാങ്ങിക്കും. ഇവർക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. ലിപ് ബാം, അതുപോലെ പലതരത്തിലുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഇവരോട് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ കുക്കിങ്ങിന് പറ്റിയ ടൈപ്പ് സാധനങ്ങളുണ്ട്. അതോ ഇതൊക്കെ ഇവരുടെ സാബൂൺ. പക്ഷെ അത്യാവശ്യം റേറ്റ് ഉണ്ട് എന്നുള്ള പറഞ്ഞു. 80, 100, 200 അങ്ങനെ എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. കാരണം അതങ്ങനെ നാച്ചുറലി ഉള്ള സാധനം ആയതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. ഈ സാധനങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ബോക്സ് ഇതാ അവിടെ. ആൽമണ്ട്, ഹണി, ആർഗനോയിലൊക്കെ മിക്സ് ആക്കിയുള്ള സംഭവം. ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബ്രെഡിൻ്റെ ഒക്കെ കൂടെ അങ്ങനെ കൂട്ടി കഴിക്കാം. ഐ ബിലീവ് ദിസ് ഈസ് ദ OG സ്റ്റോർസ്. കാരണം അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് മാർക്കറ്റിൽ വേറെയും കിട്ടും. പക്ഷെ അത് ഒറിജിനൽ അല്ലാന്നും പറയുന്നുണ്ട്.
Guys, finally we are in the famous street in Morocco. മറാക്കേഷിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് എത്തിയിരുന്നു, കാരണം ഞങ്ങൾ ആരും ലഞ്ച് വേണ്ട ഇവിടെ വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എത്തി. ഇത് നമ്മൾ ഇവിടെ ഒരു സ്ക്വയറിലാണ് എത്തിയിരിക്കുന്നത്. ഇതൊന്നും ഇങ്ങനെയല്ല കേട്ടോ, ഇതൊക്കെ രാത്രിയാകുമ്പോൾ വേറെ വൈബിലെത്തും. സോ ലെറ്റ്സ് ഗോ ടു ഹോട്ടൽ. ഇവിടെ ഹോട്ടലിലേക്ക് പോകാൻ നിൽക്കാണ്. ജസ്റ്റ് സെർച്ചിങ് ഫോർ അവർ റിയാദ്. ഇതിൻ്റെ ഉള്ളിലൂടെ എങ്ങനെ പോകണം എന്നാണ് കാണിക്കുന്നത്. ഫുള്ള് ടേണിങ്ങും കാര്യങ്ങളാണ്. നമ്മള് ഫെസ്റ്റിൽ കണ്ടതിനേക്കാളും കുറച്ചും കൂടി ഹെവിയാണ് ഇവിടെ ഉള്ളതെന്നുള്ളൂ. ഇതാണ് നമ്മുടെ ഹോസ്റ്റല്. ഞാൻ വന്ന് ഒന്ന് ഫ്രഷായി, ഇനി അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ നേരെ നമ്മുടെ പുറത്തേക്ക് പോട്ടെ. ഇവിടെ ആകെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗള്ളിനുള്ളിലാണ്, വേറെ വഴിയൊന്നുമില്ല ഇവിടെ ഇങ്ങോട്ട് എത്താൻ. അപ്പോൾ ഒരുപാട് ലേറ്റ് ആവുന്നത് ഒരു ബുദ്ധിയുള്ള കാര്യമല്ല, നമുക്ക് ഇതിനുള്ളിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം 6 മണിയായി. ഇപ്പം നടന്നു പോയിട്ട് അത് ഫുഡ് കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്, ലഞ്ച് പോലും കഴിച്ചിട്ടില്ലെന്ന്. ഈ മദീനയിലൂടെ ഇങ്ങനെ ബൈക്ക് പോകുന്നതാണ് ആകെ ഉള്ളൊരിത്, കാരണം വേറെ ഒരു സ്ഥലത്ത് നമ്മളങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അതുണ്ട്. നടന്ന ഒരു ഷോപ്പ് ഉണ്ട്, റൊട്ടി ഉണ്ടാക്കാൻ പൊറോട്ട, മറാക്കേഷ്. മൊറോക്കോ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന ഒരു പേരാണ് മറാക്കേഷ് എന്നുള്ളത്. ഒരു കാലത്ത് മൊറോക്കോയുടെ തലസ്ഥാനമായിരുന്നെങ്കിലും ഇന്നത്തെ റബാത്താണ്. എങ്കിലും മറാക്കേഷ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ്. ഐനറിൽ നിങ്ങൾ മസ്റ്റായിട്ട് ആഡ് ചെയ്തിരിക്കേണ്ടതാണ്, കാരണം അത്രയധികം ചരിത്രവും അത്രയധികം വൈബും തരുന്ന ഒരു സ്ഥലമാണ് മറാക്കേഷ്. ഞാനിപ്പോൾ നടക്കുന്നത് മറാക്കേഷിലെ മദീനയുടെ ഉള്ളിലൂടെയാണ്. ഇതിനകത്ത് എണ്ണിയാൽ തീരാത്തത്ര ഒരുപാട് മദീനകളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സ്പൈസസും കൈത്തറിത്തണികളും അതുപോലെ തന്നെ ഒരുപാട് ലാൻഡേൺസും നിങ്ങൾക്ക് കിട്ടാത്തൊന്നും ഈ മദീനയുടെ ഉള്ളിലില്ല എന്ന് പറയേണ്ടി വരും. ഫെസ് പോലെ തന്നെ വളരെ വലിയൊരു മദീനയാണിത്. ഞാനിതിൻ്റെ ഉള്ളിലൂടെ നേരെ പോകുന്നത് ജമാൽ ഫിനയിലേക്കാണ്. ഇന്നും നാളെയും ഞാൻ മറാക്കേഷിലുണ്ടാവും. മറാക്കേഷിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ ഈ എപ്പിസോഡിലും അടുത്ത എപ്പിസോഡിലുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്, മറാക്കേഷിൻ്റെ വിശേഷങ്ങളിലേക്ക്. ഹായ്, അപ്പൊ നമ്മളങ്ങനെ മറാക്കേഷിലെത്തി. മറാക്കേഷിലെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്നറിയപ്പെടുന്ന ജമാൽ ഫിനയിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത്. ജമാൽ ഫിന മാർക്കറ്റിന്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ പോവാം. വൺ ഓഫ് ദ ടോപ്പ് വേൾഡേഴ്സ് മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ പലവിധ സംഭവങ്ങളുണ്ട്. പാമ്പിനെ കൊണ്ട് കളിപ്പിക്കുന്നത്, കുരങ്ങനെ കൊണ്ട് കളിപ്പിക്കുന്നത്, പിന്നെ എന്താ പറയാ ഫുഡ്, ഇതൊക്കെ കാണുന്നത് എല്ലാം ഓരോ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇതിനൊക്കെ റൂഫ് ടോപ്പുകളുണ്ട്. ഈ റൂഫ് ടോപ്പ് പോയിരുന്ന ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡും കഴിക്കുക, അതിന്റെ കൂടെ ഇവിടുത്തെ കാഴ്ചകളും കാണാം. പിന്നെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സും കാര്യങ്ങളുണ്ട്. അവിടെ ജസ്റ്റ് ഫുഡ് കഴിച്ചത് കൊണ്ട് എനിക്ക് കയറാൻ തോന്നുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ കയറാണെങ്കിൽ നമുക്ക് അങ്ങനെ കുറെ കാഴ്ചകൾ കാണാൻ പറ്റും. പിന്നെ പറ്റാവുന്ന പോലെ ഞാൻ എല്ലാം കാണിച്ചു തരാം. ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഒരു പേടിയുണ്ട്, ക്യാമറ കാര്യമൊക്കെ ഉള്ളതുകൊണ്ട്. കാരണം അങ്ങനെയാണ് ഇവിടത്തിനെ പറ്റി പൊതുവെ കേട്ടിട്ടുള്ളത്. സോ ഫുള്ള് റെസ്റ്റോറൻറ്റ്സ് നിറഞ്ഞിട്ടോ, ഫുള്ള് റെസ്റ്റോറൻറ്റ് നിറഞ്ഞെടുക്കുക. ഇവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് ഉണ്ടോ ടെസ്റ്റ് വെക്കാനൊക്കെ തരുന്നുണ്ട്. പാനിന്റെ പക്ഷേ ചെറിയ പൈസ ഉള്ളൂ, 10 റംസ് 20 റംസാണ് ഉള്ളൂ. ഇതിങ്ങനെ ക്യാമറ പിടിച്ച് നടക്കാനുണ്ടാവുള്ളൂ. ഈ കൻ സി വന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു മാർക്കറ്റ് ഉണ്ട്, ഗംഭീര മാർക്കറ്റ്. സംഭവം സിമ്പിളാണ്. നിങ്ങളെ കയ്യിൽ കോയിൻസ് ആയിട്ട് വരാം. എന്നിട്ട് നമ്മൾ ഈ പാട്ടൊക്കെ പാടുമ്പോൾ ഒരു ചോദിക്കല്ലോ, അപ്പൊ അവർക്ക് എന്താക്കുക ജൈസായിട്ട് ഒരു കോയിൻ കൊടുക്കുക, 10-ന്റെ 5-ന്റെ ഒരു കോയിൻ കൊടുത്താൽ അവർ ഹാപ്പിയാണ്. പിന്നെ ഓരോ നിങ്ങളെ വിളിച്ചാൽ ബെഞ്ചമിലൊക്കെ ഇരുത്തിയിട്ട് പാട്ടൊക്കെ പാടി തരും. അപ്പൊ അത്രേ ഉള്ളു പ്രശ്നം. നമ്മള് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പറഞ്ഞൊരു ചില വയറ്റുപയപ്പിന് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരല്ല, അപ്പൊ അവർക്ക് നമ്മളെന്തെങ്കിലും കൊടുക്കാന്നുള്ളതല്ല. ഞാൻ അതിനോട് കോയിനൊക്കെ എടുത്താ വന്നേ. ഞാൻ അവിടെ പോയിട്ട് ഇതേപോലെ ഒരു പാട്ട് പാടുന്ന ടീം കാണിച്ചപ്പോ 10 കൊടുത്ത് എന്തോ ഒന്നും നോക്കിയില്ല, കോയിൻ ഇട്ടെടുത്ത് പോകാൻ പറഞ്ഞ് സ്വീകരിച്ചിരുത്തി പാട്ടൊക്കെ പാടി തന്ന്. പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാം. ഇവിടെ ഇപ്പൊ തുടങ്ങാൻ പോകുന്നുള്ളൂ.
സംഭവം കാണുന്ന ഏരിയ തന്നെയാണ് കേട്ടോ. ഫുഡ് കഴിക്കാനോ ആക്കാനോ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ നടന്നു പോകാന്നുള്ളൂ. ഉത്തരകളൊക്കെ ഇങ്ങനെ റെഡി ആയി നിൽക്കാനുണ്ട് സവാരി ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷെ രാത്രിയുടെ ഒരു ഭംഗി എന്നൊക്കെ പറയാട്ടോ, ഭയങ്കര രസമുണ്ട് ഇത് കാണാൻ വേണ്ടിട്ട്. പിന്നെ എല്ലാ മുക്കിലും മൂലൊക്കെ ശരിക്കും പോലീസ് ഉണ്ട്. അങ്ങനെ പിടിച്ചുപറിയും കാര്യങ്ങളൊന്നും അങ്ങനെ കൊണ്ട് നടക്കില്ല എന്നുള്ള മനസ്സിലായി. ആരൊക്കെ ഇങ്ങനെ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഒരു ഇതൊക്കെ ഫുള്ള് കുതിരസാരി കേട്ടോ. നമ്മള് ഇങ്ങനെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഫോൺ എന്ത് മാത്രം എടുത്ത് വരാം, കയറി ഇരിക്കുക, അങ്ങനെ എൻജോയ് ചെയ്തിട്ട് പോവാ. ഒരു നൈറ്റ് പക്ക എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഒരു മൊറോക്കൻ ഫുട്ബോൾ വന്നാൽ തീരാവുന്ന കാര്യമുള്ളൂ. ഈ കൊടികളൊക്കെ അത്രയും കാലം വരാന്ന് പറഞ്ഞേ. അപ്പൊ ഇത് കുത്തുബിയ മോസ്ക് ആണ് കാണുന്നത്. വിൽ കം ടുമാറോ. അപ്പൊ ഇതിന്റെ രണ്ട് ജാമിൽ ഫിനോന്റെ രണ്ട് പോകുന്നത് ഇതിലേക്കാണ്, വേറെ സ്ഥലത്തേക്കാണ്. മറാക്കേഷിന്റെ ഒരു ബ്യൂട്ടി ഫെസ്റ്റിൽ പോലും നമ്മളിങ്ങനെ രാത്രി ഇങ്ങനെ കാണാൻ പറ്റിയില്ല നമുക്ക്. കാരണം നമ്മൾ മദീന ഇറങ്ങിയപ്പോൾ മദീന ക്ലോസ് ആയി പോയി. ഇവിടെ കണ്ട ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഗ്രൂപ്പ് ടൂർ വന്നിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവരിങ്ങനെ കയറ്റിക്കൊണ്ടാൻ വേണ്ടി ബസ്സും കാര്യങ്ങളും അത് വേറെ ഉണ്ട്. ആകെയുള്ള ഒരു പ്രശ്നമില്ല, പെട്ടെന്ന് ക്ലോസ് ആവുന്നത്. മാർക്കറ്റ് കുറച്ചു നേരം കൂടി ഉണ്ടാവും, മദീന പെട്ടെന്ന് ക്ലോസ് ആവും. നമ്മുടെ റൂമാണെങ്കിൽ ഭയങ്കര ഉള്ളില്ല. അപ്പൊ എനിക്ക് ഒരുപാട് നേരം നിൽക്കണ അത്ര സേഫ് ആയിട്ട് തോന്നുന്നില്ല. ഇപ്പൊ എല്ലാം ഫുള്ളി റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തോ പോലെ തോന്നും. ചെറിയൊരു മദീനുള്ളിൽ കൂടെ നമ്മൾ മാത്രം ഇങ്ങനെ നടക്കുന്നത്. ഫെസ്റ്റിലൊക്കെ അങ്ങനെ ആയിരുന്നു. പിന്നെ ആൾക്കാരെ ബാക്കിൽ നിന്ന് തുടങ്ങും, അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാന്നൊക്കെ പറയണ്ടേ. നമ്മളെ റോഡ് തെറ്റിന്നൊക്കെ പറയണ്ട. അപ്പൊ അതിന് നല്ലത് നമ്മള് എന്താക്കാ, നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുന്ന നല്ലത്. എന്തൊക്കെയോ തരത്തിലുള്ള ഗെയിം ഉണ്ട്. പിന്നെ അത് അവിടെ ഇങ്ങനെ മറ്റേ ഹെന്നാറ്റാപ്പ് ഇട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ആൾക്കാർ ഇപ്പോഴും ചൂണ്ടലിടലാട്ടോ. ചൂണ്ടലിടാൻ അറിയുന്നവരെ കൊണ്ടുവരണം. ലോക്കല് വെള്ളമാണ് ഇവിടെ, അവിടൊന്നും കാര്യമില്ല. അച്ഛണ്ടോ ചക്കൻ കുടിക്കിട്ടോ, ചക്കൻ കുടിക്കാ ചെക്കന് അടുത്ത കിട്ടി. പൊന്തിക്കാൻ പറ്റിയില്ല. അവനാ കുടുക്കിട്ടാ മാത്രം പോരാ, സാധനം അതിന്റെ മുകളിൽ പൊന്തേ വേണോ. ഒരു പള്ളി പെരുന്നാളിന് പോയ എന്തൊക്കെ ഉണ്ടോ എല്ലാ കുലുമാലും ഇവിടെ ഉണ്ട്. ലൈറ്റ് ഉണ്ട്, സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്, പാട്ടുണ്ട്. പിന്നെ ആകെയുള്ള പ്രശ്നം ചെയ്തേ മാൻഡേറ്ററി പൈസ കൊടുത്തിരിക്കണോ, അത്രേ ഉള്ളൂ ഇവിടെ. ഞാൻ ഉള്ളത് വേറെ പ്രശ്നത്തില്ല. നമുക്ക് ഇതെല്ലാം കഴിഞ്ഞാൽ നേരെ അങ്ങ് വീട്ടിൽ പോവാ. വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ചേട്ടോ. അലമ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസും ഉണ്ട്. സ്ട്രീറ്റ് ഫുഡ് കഴിയാന് നമ്മൾ കയറി കഴിഞ്ഞാൽ പാട്ടൊക്കെ പാടി സ്വീകരിച്ചോണ്ടിരുത്ത നല്ല രസമുണ്ട്. മൊത്തത്തിലുള്ള സെറ്റപ്പ് കാണാൻ വേണ്ടിട്ട്. ഇവര് റോട്ടിൽ പോകുന്ന ആൾക്കാരെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരും. എന്നിട്ട് ഓരോ ഷോപ്പ് കയറുന്നതിനനുസരിച്ചിട്ട് വേറെ എന്താ കയ്യൊക്കെ അടിച്ചിട്ട് നല്ല എൻജോയ്മെന്റ് ആക്കിയിട്ടാണ് കയറ്റുക. ഫുള്ള് അങ്ങനത്തെ സാധനങ്ങളുണ്ട്. കബാബ്, തെജീന് അങ്ങനത്തെ എല്ലാം ഉണ്ട്. ആടിന്റെ തല മൊത്തം കെട്ടിച്ചിട്ട പല ഐറ്റംസ് ഉണ്ട്. നമ്മളെ ഏതൊരു ഷോപ്പിൽ നേരത്തെ പറഞ്ഞു വെച്ചാൽ നമ്മള് വരാന്നൊക്കെ അവിടെ നിന്ന് പോയോ കേട്ടോ. ഇപ്പുറത്ത് ജ്യൂസിന്റെ കട, ഇപ്പുറത്ത് ഫുള്ള് സ്ട്രീറ്റ് ഫുഡ്, അതിന്റെ അപ്പുറത്താണെങ്കിൽ ഫുള്ള് പാട്ടും മേളം. അങ്ങനെ ഒരു ഓർഡർ ഉണ്ട് കേട്ടോ. എനിക്ക് രസമുണ്ട് മൊത്തത്തിൽ. വേണമെങ്കിൽ എടുക്കാം, ഫോട്ടോ എടുക്കാം, വീഡിയോ ഫോട്ടോ എന്തുവേണമെങ്കിൽ എടുക്കാന്ന് പറഞ്ഞത്. അതാണ് ടെക്നിക്ക്. ഓരം കൊണ്ട് ചാക്കിലൊക്കെ ഒരു പൈസ കിട്ടിയാൽ മതി. പിന്നെ സ്നേഹമാണ്. പിന്നെ കുറച്ച് അറബി അറിയാ ദുബായിലാന്നൊക്കെ പറഞ്ഞാൽ മതി, തള്ളിയാൽ മതി. ഇങ്ങനെ 3 വെച്ച് തരാറുണ്ട്. 70 പറഞ്ഞ നമുക്ക് കഴിക്കാനില്ല. നമുക്ക് ടേസ്റ്റിന് വേണ്ടിട്ട് ഞാൻ പറഞ്ഞേ ഇത് ചിക്കന്, ഇത് ലാമ്പ്, ഇത് ബീഫ്. അങ്ങനെ ആ 3 ഓരോന്ന് വെച്ച് എടുത്തു പറഞ്ഞത്. അതൊന്ന് ടെസ്റ്റ് നോക്കാലോ. ഈ സാധനം ആൾക്കാർ പിന്നെ കഴിക്കണം. പക്ഷെ അതെന്താന്ന് എനിക്കും അറിയില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ആ സാധനമാണ് കൂടുതലായിട്ട് പിന്നെ ആൾക്കാർ കഴിക്കുന്നത്. നല്ല കമ്പനിയായി ദുബായിന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനത്തെ ബന്ധം വെച്ചിട്ടാണ്. ഇപ്പൊ കബാബ് ഒന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പോ ഇത് കാണാൻ പറ്റുന്നുണ്ടോ, ഫുള്ള് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഒരു സൈഡ് സ്ട്രീറ്റ് ഫുഡ്, ഒരു സൈഡ് മൊത്തം ജ്യൂസ്, അപ്പൊ നടുവിൽ മൊത്തം പാട്ട് പരിപാടിയോ. പിന്നെ ഇതിന്റെ അപ്പുറപ്പുറമായിട്ട് ഒരുപാട് മദീനകളുണ്ട് കേട്ടോ. അതായത് സൂക്കുകളുണ്ട്. ഈ ഒരു സെന്ററിൽ ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നടന്ന് കാണാനുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഒരൊറ്റക്ക് ആയതുകൊണ്ട് നമുക്ക് ചില പരിപാടികൾ അങ്ങോട്ട് ചാടാൻ ഒരു പേടിയിട്ട് 2-3 നാളൊക്കെ ഉണ്ട് നമ്മള് ധൈര്യമായിട്ട് മറ്റേ വെറുതെ അതിന് ഇതിനൊക്കെ നമുക്ക് പൈസ ഇട്ടിട്ട് കളിച്ചൊക്കെ ചെയ്യുന്നില്ല നമ്മള്. കുഴപ്പമില്ല, നല്ല കബാബും കാര്യങ്ങളായിരുന്നു. പ്രൈസ് വൈസ് എനിക്കറിയില്ല. 40 എന്ന് പറയുമ്പോ എത്രയായി, 16-18 ദിർഹംസിന് 3 കബാബ്. ഭയങ്കര ചീപ്പ് എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം റേറ്റ് ഉണ്ട്. അതായത് റെസ്റ്റോറന്റ് വൈസ് റേറ്റ് വലിയ സ്ട്രീറ്റ് ഫുഡിന് ഇടുന്നുണ്ട്. അപ്പൊ അത് കുറച്ച് കൂടുതലായിട്ട് തോന്നി. എന്നാലും കുഴപ്പമില്ല. പക്ഷെ എനിക്കെന്താ പറയുക, എനിക്ക് വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നിയില്ല കേട്ടോ. ഐ മീൻ ആൾക്കാർ കുഴപ്പമില്ല, നമ്മളായിട്ട് നിങ്ങൾ ഇത് എങ്ങനെ പോകുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ കയറി ഇരുന്നാൽ മതി. ഓരോ രീതിയിൽ കൺവിൻസ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് കയറി ഇരിക്കാവോ കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഭയങ്കര രസം എന്താ വെച്ചാൽ ഒരു ടീം കയറാന്ന് പറഞ്ഞ് കയറുമ്പോൾ നോക്കിയോളൂ, എല്ലാവരും കൂടി മുട്ടും പാട്ടും ബൈത്തൊക്കെ കഴിക്കും. ആൾക്കാർ സ്വീകരിച്ചിരുത്തും. അങ്ങനത്തെ ഒക്കെ ഒരു രസമുണ്ട് ഇതിൻ്റെ അകത്ത്.
India or Pakistan? India. Morocco. India Zindabad. Kura, Morocco, Hakimi. Hakimi, India. Spices, good spices. ഉള്ള അടുത്ത വേറൊരു ഷോപ്പിലും കൂടി കയറിട്ട് നമ്മൾ അന്ന് കഴിച്ചതിൽ ഒരു പെസ്റ്റല്ല എന്ന് പറഞ്ഞ ഐറ്റം ഇവിടെ ഉണ്ട്. പിന്നെ മറ്റേ ഗ്രില്ലുണ്ട്. എല്ലാവർക്കും ഏകദേശം ഒരേ ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇവിടെ ഗ്രില്ലാക്കുന്ന ഇതാണ് നമ്മള് എനിക്ക് അവിടുന്ന് കണ്ടപ്പോ അങ്ങനെ കഴിച്ചു നോക്കണമെന്ന് നേരെ എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ സാധനം അറിയാൻ വേണ്ടിട്ട് ഒന്ന് കഴിച്ചു നോക്കിയാണ്. സോസേജ് ഗ്രില്ലാക്കിയതാണ്, വേറെ ഒന്നില്ല. 7 പീസിന് 35 വേണ്ടത് നമ്മൾ പകുതി മതി പറഞ്ഞാണ്. ഞാൻ വേറൊരു സാധനം കൂടി ട്രൈ ചെയ്തിട്ട് അങ്ങനെ സോസേജ് ട്രൈ ചെയ്തു. ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. ഒരു 20 വാങ്ങിയുള്ളൂ. 20 എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്റെ ടേസ്റ്റ്. ഇനി ഇത് കഴിച്ചാൽ എന്തിനാ വെച്ചാൽ കഴിച്ചിട്ടാണെങ്കിൽ ജ്യൂസ് കുടിക്കാൻ എല്ലാം ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. വേണമെങ്കിലും നമ്മളൊരു സ്ഥലത്ത് വന്നല്ല, സോ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി. കുട്ടികളെ കൊണ്ടുള്ള കുറെ അലമ്പ് വേറെ പാട്ടും പരിപാടി ഇങ്ങനെ കോയിക്കാണ് കേട്ടോ. പിന്നെ അവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിച്ച വേറെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂടുതലും ലോക്കൽസ് ആണ്. അതായത് ഫോറിനേഴ്സിനെക്കാളും ഇവിടെ ഉള്ള ലോക്കൽ ആളുകൾ വന്നിട്ട് അവരെന്നാണ് ഈ പാട്ട് കേൾക്കാൻ കളിക്കുന്നത്, അവരെന്നാണ് ഈ സ്ട്രീറ്റ് ഫുഡിൽ നിന്ന് ഫുഡ് കഴിച്ച് പോകുന്നത്. സോ അവരുണ്ടാക്കിയ പൈസക്ക് അവർക്ക് ജസ്റ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടി അവരെന്നെ വന്ന് പാട്ട് കേൾക്കുന്നുണ്ട്, അവരെന്നെ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. സോ അതൊരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ട്. കാരണം ഇവിടെ ഉള്ള ആൾക്കാർ തന്നെയാണ് ഒരു 80%. പിന്നെ ബാക്കി ഇതേപോലെ ടൂറിസ്റ്റുകളുണ്ട്. ടൂറിസ്റ്റുകൾ ഇങ്ങനെ ഗ്രൂപ്പായി വരും. അവരിങ്ങനെ ഒരു വിളിച്ചിരുത്തും. സ്ട്രീറ്റ് ഫുഡിന് അവിടെ ഭയങ്കര സ്നേഹം കേട്ടോ. അതേപോലെ ജ്യൂസിനും ഈ പാട്ടും കാര്യങ്ങളും മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ ജമൽഫിനുള്ള വലിയ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് സെന്റർ എന്ന് പറഞ്ഞ വേറെ സ്ഥലമുണ്ട്, അവിടെ ആണെന്ന് തോന്നുന്നത് പിന്നെയും കുറച്ചും കൂടി പ്രശ്നം തോന്നുന്നത്. എന്തായാലും നമ്മള് ഇതുവരെ ഓക്കെയാണ്. ജ്യൂസ് കൂടി ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മൾ ഇവിടുന്ന് ജ്യൂസ് വാങ്ങി കുടിച്ചിട്ടോ. മാംഗോ ജ്യൂസ് 20 dirhams ആണ്. ഒരു ഫ്ലേവർ ഇട്ട പോലെ ഉണ്ട്. ഭയങ്കര ഗ്രേറ്റ് എന്ന് പറയാൻ പാടി. ഓക്കെ, ഇങ്ങനെ ഉള്ളിൽ കയറിന്റെ ഫോട്ടോ ഒക്കെ എടുക്കട്ടോ. അങ്ങനത്തെ എല്ലാ ഓപ്ഷനും ഉണ്ട്. UAE dirhams ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എടുക്കുമെന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2.45 കുറഞ്ഞെന്ന് തോന്നുന്നു. ഡോളറൊക്കെ ഒന്ന് കൂടി. ഞാൻ വരുമ്പോൾ 9.02 ഇപ്പോൾ 9.05 ആയി. പിന്നെ നമുക്ക് തിരിച്ചു കൊടുക്കും. അതായത് മൊറോക്കൻ ദിറംസ് കൊടുത്തിട്ട് നമ്മൾ ഡോളർ വാങ്ങുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. അതേപോലെ നമ്മൾ UAE ദിറംസും ഈ സെൽ എന്ന് പറഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ, സെല്ലിംഗ് പ്രൈസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് UAE ദിറംസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാറാനൊക്കെ പറ്റും കേട്ടോ. ഞാൻ ഡോളറാണ് എല്ലാ കൺട്രീസിലും ഇപ്പൊ കൊണ്ടുപോകല്. ഇവിടെ പിന്നെ യൂറോ ആണ് അവർക്ക് ഭയങ്കര ഇഷ്ടം. മറ്റേ എല്ലാം യൂറോ ഉപയോഗിച്ചാൽ പറയാം. കാരണം ഒരു യൂറോ എന്ന് പറഞ്ഞാൽ ഇവരെ 10. അപ്പൊ ഇവർക്ക് പറയാനും എളുപ്പമാണ്. പിന്നെ അവർക്ക് കൂടുതൽ അടുത്ത് സ്പെയിനും അങ്ങനത്തെ കൺട്രീസ് ഒക്കെ ആയതുകൊണ്ട് ഇവർ യൂറോനോടാണ് അവർക്ക് കൂടുതൽ താല്പര്യം. ഇത് വേറെ എന്തായിട്ട് ഇവിടെ എല്ലാവരും ഭയങ്കര തർക്കമാണല്ലോ. എന്റെ മോനെ ഒച്ച വെക്കണ ഒച്ച വെച്ചോക്കി എങ്ങനെ ഉണ്ട്. ഇതുണ്ടോ, അതിങ്ങനെ ഇതിന്റെ ഉള്ളിൽ നിന്ന് തോട് പൊളിച്ചെടുത്തിട്ട് നൈസായിട്ട് എടുത്തിട്ട് അടിക്കണ്ട. ഇവിടുന്ന് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഡാഗഫൈ ഉണ്ട്, കോഡ് ബൈക്ക് ഉപയോഗിക്കാം, എയർ ബലൂൺ ഉണ്ട്. മരസുകയിലേക്ക് ശരിക്കും ഇവിടുന്ന് കേട്ടോ കുറച്ചുകൂടി ചീപ്പായി. ഞാൻ അതിന്റെ കൂടെ തന്നെ പറഞ്ഞുതരാം. എസ്വരാറ നല്ലൊരു സ്ഥലമാറുണ്ട്. അവിടെ പോയി സ്റ്റേ ചെയ്യാനൊക്കെ പറ്റും. അവിടുന്ന് രാവിലെ പോയി വൈകുന്നേരം വരാം. ഏകദേശം 10-13 മണിക്കൂർ വേണം. പിന്നെ ഔസാദ് വാട്ടർഫാൾസ് ഒരു ഫേമസ് സ്ഥലമാണ്. ഔസാത്തിലേക്ക് പോയത്. ഔസാത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. പിന്നെ മറക്കേഷ് സഗൂറിലേക്ക് 2 days 1 night ഉണ്ട്. നേരെ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. പിന്നെ അവിടെ സ്റ്റേ ചെയ്തിട്ട് ഫെസ്റ്റിലേക്ക് പോകുന്നുണ്ട്. എല്ലാ ടൈപ്പ് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് കേട്ടോ. അതിൽ ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഇവിടെ പൈസ കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ trip.com അങ്ങനെ ഏതെങ്കിലുമൊക്കെ ചെയ്താൽ മതി. അതിലൊക്കെ തന്നെ ഈ ടീം തന്നെയാണ് അതിൻ്റെ അകത്തുള്ളത്. ഇത് നമ്മളിന്ന് കണ്ട റോഡ് കേട്ടോ. നമ്മൾ ഇന്നലെ പോയ സ്ഥലം മനസ്സിലാക്കുക ക്യാമ്പ് സഗൂറിൽ നമ്മൾ പോയിട്ടില്ല. കുറേയൊക്കെ നമ്മളും കവർ ചെയ്തു. അറ്റ്ലസ് മൗണ്ടൈൻ കണ്ടിട്ടുണ്ട്, വില്ലേജ് ബർബർ കണ്ടിട്ടുണ്ട്, ബെൻ ഹദ്ദു കണ്ടു. ഔറസാത്തില് നമ്മൾ ഇന്നലെ പോയി. ഇങ്ങനത്തെ ഈ ഒരു സെറ്റപ്പ് കണ്ടിട്ടില്ല എന്നുള്ളൂ. ബട്ട് ഇറ്റ്സ് സോ ഗുഡ്. ഇവിടുന്ന് നമ്മള് ജമാൽഫിനെ കഴിഞ്ഞ് വന്ന് കയറുന്നത് ഈ ഒരു മദീനയിലേക്കാണ് കേട്ടോ. ഇങ്ങനെ ഒരുപാട് മദീനകൾ ഇതിന്റെ സൈഡിലൂടെ വേറെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വൈകുന്നേരമൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ എൻജോയ് ചെയ്ത് വരാം. പിന്നെ ജമാൽഫിൻ എത്തേണ്ടത് ഒരു വൈകുന്നേരം കേട്ടോ. അപ്പോഴാണ് മൊത്തം സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവാം. വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എല്ലാവരും ഒരു നൈറ്റ് പ്രോഗ്രാം ഇവിടെ തന്നെ ഉണ്ടാവാം. ഒരു നൈറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. കാരണം നമുക്ക് ഒരു നൈറ്റ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കാണാൻ എൻജോയ് ചെയ്യാനൊക്കെ ഉള്ളതേ ഉള്ളൂ. പക്ഷെ ഇവിടെ വേറൊരു ഗുണം കേട്ടോ. ഇവിടെ ഫെസ്റ്റ് ഒന്നും മാതിരി 9 മണിയാകുമ്പോൾ സൂക്ക് അടയ്ക്കുന്നില്ല. ഞാൻ വിചാരിച്ച പെട്ടെന്ന് അടയ്ക്കുന്ന വെച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇരുട്ടത്ത് നടക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷെ മാർക്കറ്റൊക്കെ എപ്പോഴും ഓപ്പൺ ആട്ടോ. കുറച്ച് ഷോപ്പുകൾ ക്ലോസ് ആണ്, ബട്ട് ഇറ്റ് സ്റ്റിൽ ഓപ്പൺ. പിന്നെ ഇങ്ങനെ കുറച്ച് വെറൈറ്റികളായിട്ട് കാണുന്ന ഐറ്റംസ് ആണ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കില്ല. കാരണം നമ്മളവിടെ കാണാത്ത ചില ഐറ്റംസ്. ഇതെന്റെ റൂമിലേക്ക് പോകുന്ന വയ്യാട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് അടച്ചു വെച്ചെന്നാലും റെസ്റ്റോറൻറ്റ്സ് ആയിട്ടുള്ളതൊക്കെ എപ്പോഴും ഓപ്പൺ ആണ് കേട്ടോ. റൂം അണഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കഥ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ ഔറസാത്തിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങി ഏകദേശം 9 മണിക്ക് ആയിത്ത് ബിൻ ഹദ്ദൂല് പോയി. ഒരു കസ്ബ ആയിരുന്നു. ഗെയിം ഓഫ് ത്രോൺ എന്തൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ആ സ്ഥലം നമ്മൾ നടന്ന് കണ്ട് കറങ്ങിന പോലെ ഉണ്ടാക്കുന്ന ഷോപ്പിൽ നിർത്തി അതൊക്കെ പറ്റുമെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ. താല്പര്യമില്ലാതെ അതൊക്കെ വാങ്ങിച്ചു. നല്ല ഐറ്റം പ്രൊഡക്റ്റാണ്.
അങ്ങനെ നമ്മൾ ഇന്ന് എല്ലാവരും ലഞ്ച് സ്കിപ്പ് ചെയ്തുകൊണ്ട് തന്നെ വേഗം നമ്മൾ മറാക്കേഷിലെത്തി. ഏകദേശം 3-3:15 മറാക്കേഷിലെത്തി. അതിനുശേഷം പിന്നെ റൂമിൽ കയറി ഫ്രഷായി. ഇതാണ് എൻ്റെ ഹോട്ടൽ, റിയാദ് ഹോസ്റ്റൽ അദി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഏകദേശം 2 ദിവസത്തിന് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് 30 euro ആണ് കൊടുത്തിട്ടുള്ളത്. 300 ദിർഹംസിനടുത്ത് വരും. വിച്ച് വാസ് ഓക്കെ. ഞാൻ മറാക്കേഷ് ആയതുകൊണ്ട് കുറച്ച് നല്ലൊരു അക്കോമഡേഷൻ ആയിക്കോട്ടെ എടുത്താണ്. പിന്നെ വൈകുന്നേരം ജമൽഫിനെ പോയി. ഒരു ലോഗാണത്. പിന്നെ പാട്ടും പരിപാടികളും സ്ട്രീറ്റ് ഫുഡ് കാര്യമൊക്കെ ആയിട്ട് ആകെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പൊതുവെ കേൾക്കേണ്ട അവിടെ ഭയങ്കര സ്കാമാണ്. അങ്ങനെ മെയിനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ട് പാടുന്ന സ്കാമിലല്ല. അതായത് അവർ പാട്ട് പാടി എന്തെങ്കിലും ഉപജീവനം കണ്ടെത്താനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം നമ്മൾ പാവപ്പെട്ട ആൾക്കാരായിരിക്കും. ഒരു അങ്ങനത്തെ വേഷവും കാര്യങ്ങളും എന്തൊക്കെ. പക്ഷേ ഒരു പുരാതന മ്യൂസിക് ഐറ്റംസ് നമ്മൾ ക്യാമറ കാണുമ്പോൾ തന്നെ ഒന്ന് പൈസ വയ്ക്കും. പൈസ കൊടുത്തു കഴിഞ്ഞാൽ 10-5 കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മളെ പിടിച്ച് ബെഞ്ചുമ്മലേക്ക് ഇരുത്തി പിന്നെ ഫുള്ള് പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു വൈബാണ്. അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ സ്ട്രീറ്റ് ഫുഡ് ഈ പറഞ്ഞ മാതിരി എല്ലാവരും ഇതിലേക്ക് വിളിച്ച് കയറ്റുന്നുള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ അത് നല്ല നൈസായിട്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ നമുക്ക് മറാക്കേഷിൽ മെയിനായിട്ട് കാണാനുള്ള സ്ഥലങ്ങൾ കാണിച്ചു തരാം. മറ്റന്നാളും മിക്കവാറും നമ്മളിങ്ങനെയാണ് മറാക്കേഷിൽ തന്നെ നിൽക്കും. കാരണം നമുക്ക് കുറച്ചും കൂടി ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. സോ ഇന്നത്തെ എപ്പിസോഡ് Day 6 ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ.